യെസ് സ്റ്റുഡൻസ്, മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15ലേക്ക് വരികയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 എഗെയിൻ ചോദിച്ചിട്ടുള്ളത് ഡി ആൻഡ് എഫ് എന്നാണ്. സോ ഡി ആൻഡ് എഫിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾ നോക്കുക, ഒരു പേപ്പർ നമുക്ക് 20 ചാപ്റ്ററിലെ ഒരു സിലബസിൽ നിന്ന് 20 ചാപ്റ്ററാണ് കെമിസ്ട്രിക്ക് ഇത്തവണ JEE മെയിനിലുള്ളത്. അതിൽ നിന്നും 25 ചോദ്യങ്ങളാണ് ഉള്ളത്. ആ 25 ചോദ്യത്തിൽ ഇപ്പോൾ 3 ചോദ്യം GOC എന്ന് ചോദിച്ചു, 2 ചോദ്യമാണ് ഇപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതിൽ നമ്മൾ രണ്ടാമത്തെ ചോദ്യം ഡി ആൻഡ് എഫ് എന്ന് കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ 5 ചോദ്യം ഈ 2 ചാപ്റ്റർ തന്നെയായി. പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രിന്ന് 2 ചോദ്യം, 7 ചോദ്യം ഈ 3 ചാപ്റ്റർ എന്നാണ് ഇപ്പോൾ 7 ചോദ്യം ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം അടുത്ത JEE മെയിന് നിങ്ങൾ തയ്യാറാവാൻ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എഗെയിൻ ഞാൻ പറയുന്നു, NCERT റോക്സ്. കാരണം NCERTയിൽ നിന്ന് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നോക്കൂ നിങ്ങൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അക്കോർഡിംഗ് ടു സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കറി. സിങ്ക്, കാഡ്മിയം, മെർക്കറി എന്നൊക്കെ 12ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളാണ്, ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണുകളുള്ള എലമെൻറ്റുകളാണ് എന്നൊക്കെ നമുക്കറിയാം. നോക്കൂ, ദേ എക്സിബിറ്റ് ഹൈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ആസ് ദ ഡി സബ്ഷെൽ ഇസ് ഫുൾ. ശരിയാണോ? അല്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ ഡി ബ്ലോക്കിൽ തന്നെ അറ്റോമൈസേഷൻ, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കുറവുള്ള ആളുകളിൽപ്പെട്ട ആൾക്കാരാണ് ഈ 3 പേര്. സിങ്ക് ആൻഡ് കാഡ്മിയം ഡു നോട്ട് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വൈൽ Hg ഷോസ് +1 ആൻഡ് +2. അത് കറക്റ്റാണ്. സിങ്കും കാഡ്മിയം +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് മാത്രമേ കാണിക്കുള്ളൂ. Hg രണ്ടും കാണിക്കുന്നുണ്ട്, +1 കാണിക്കും. HgCl2 ഉണ്ട്, Hg2Cl2 ഉണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള NCERT കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ്. കോമ്പൗണ്ട്സ് ഓഫ് സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി ആർ പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടാവണം അല്ലേ? ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവർ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഡി സബ്ഷെൽ ഫുള്ളാണെന്നാണ്. നമുക്കറിയാം ഇത് 4s2 3d10 ആണ്, അല്ലെങ്കിൽ ns2n-1d10 ആണ് ഇവരുടെ കോൺഫിഗറേഷൻ. അപ്പോൾ എല്ലാം പെയർഡാണ്. പെയർഡാണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആണ്. എങ്ങനെയാണ് പാരാമാഗ്നറ്റിക് ആവുക? സോ ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കറി ആർ കോൾഡ് സോഫ്റ്റ് മെറ്റൽസ്. എക്സാക്ട്ലി കറക്റ്റ് ആണ്. കാരണം അവർക്ക് മെറ്റാലിക് പ്രോപ്പർട്ടി, മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കമ്പയറേറ്റീവ്ലി വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഒക്കെ കുറയുന്നത്. സോ ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ ഇസ് B ആൻഡ് D ഓൺലി എന്നുള്ളതാണ്. സോ ദി ആൻസർ ഇസ്